നമസ്കാരം, സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. BSNL ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവർക്കുള്ളൊരു വലിയ സംശയമാണ് GP1 എന്താണ്, GP2 എന്താണെന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാതെ നടക്കുന്ന സിം കാർഡുകളൊക്കെ എടുത്ത് അതിന്റെ ബാലൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കും നമ്മുടെ സ്റ്റാറ്റസ് GP1 ആണ് അല്ലെങ്കിൽ GP2 ആണെന്ന് കാണിക്കും. പല റീചാർജ് ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും GP1 കസ്റ്റമേഴ്സിന് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ GP2 കസ്റ്റമേഴ്സിന് മാത്രമുള്ളതാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് GP1, എന്താണ് GP2 എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇപ്പം BSNLന്റെ സിം നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ റീചാർജ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ വാലിഡിറ്റി അവസാനിച്ച ശേഷമുള്ള ആദ്യത്തെ ദിവസം മുതൽ തൊട്ടടുത്തുള്ള 7 ദിവസത്തെ ആ ഒരു കാലാവധിയാണ് GP1 എന്ന് പറയുന്നത്. ഇപ്പോൾ GP1 എന്ന് പറഞ്ഞാൽ ഗ്രേസ് പീരീഡ് 1 എന്നാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. നമ്മുടെ വാലിഡിറ്റി അവസാനിച്ച ശേഷം അവസാനിക്കുന്ന ദിവസം മുതൽ തൊട്ടടുത്തുള്ള 7 ദിവസത്തെ ആ ഒരു കാലാവധിയാണ് നമ്മൾ GP1 എന്ന് പറയുന്നത്. ഈ ഒരു കാലാവധിയിൽ നമുക്ക് ഇൻകമിംഗ് കോൾസ് ലഭിക്കും, പക്ഷെ നമുക്ക് ഔട്ട് ഗോയിങ് കോൾസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അത് മാത്രമല്ല, നമ്മുടെ സിമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാലൻസുകൾ ഉണ്ടെങ്കിൽ ആ ബാലൻസുകൾ ഈ സമയത്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടും. ഇപ്പോൾ മെയിൻ ബാലൻസിൽ പൈസ കിടപ്പുണ്ട്, അത് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചു കിട്ടും. അതൊരു ഇൻകമിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും, പക്ഷെ ഔട്ട് ഗോയിങ് ഫെസിലിറ്റി ഉണ്ടായിരിക്കത്തില്ല. ഇനി GP2 എന്താണെന്ന് നോക്കാം. ഈ സിമ്മിന്റെ GP1 കാലാവധി അവസാനിക്കുന്നു, അതായത് ഈ സിം നമ്മൾ വാലിഡിറ്റി തീരുന്നു, അതിനുശേഷം 7 ദിവസമുള്ള GP1 കാലാവധി അവസാനിച്ച ശേഷമുള്ള ആദ്യത്തെ ദിവസം മുതൽ പിന്നീടുള്ള 165 ദിവസത്തിലുള്ള ഒരു കാലാവധിയാണ് GP2 എന്ന് പറയുന്നത്. ഈ GP2 എന്ന് പറയുന്ന കാലാവധിയിൽ നമുക്ക് ഇൻകമിംഗ് കോൾസ് ലഭിക്കില്ല, ഔട്ട് ഗോയിങ് കോൾസ് ലഭിക്കത്തില്ല. അത് മാത്രമല്ല, നമ്മുടെ സിമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്താലും നഷ്ടമാകുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ നമ്പർ നഷ്ടപ്പെടാതെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ GP2 കാലാവധി കൂടെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ആ സിം പൂർണ്ണമായിട്ടും കട്ടായി പോകുവാനും ആ നമ്പർ നമുക്ക് നഷ്ടപ്പെടുവാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ GP1 എന്നും GP2 എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ പറ്റിയുള്ള സംശയം എല്ലാവർക്കും മാറി തോന്നുന്നുണ്ട്. GP എന്ന് പറയുന്ന ഗ്രേസ് പീരീഡ് ആണ്. ഗ്രേസ് പീരീഡ് 1, ഗ്രേസ് പീരീഡ് 2 എന്നാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.